Okay students, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ന്യൂ ടോപ്പിക്കായ പരാബോള. അപ്പോൾ സർക്കിളിൻ്റെ അഡ്വാൻസ് ആയി വരുന്ന ഒന്നാണ് പരാബോളയായിട്ട് ഇവിടെ കൺസിഡറേഷൻ കൊടുക്കുന്നത്. ഇപ്പോൾ എന്താണ് പരാബോള? ഹൗ കാൻ ഡിഫൈൻ ദി ടേം പരാബോള? പരാബോള ഈസ് ദി set of all points in a plane ഉള്ള എല്ലാ പോയിന്റ്സും എടുക്കാം. കുറേ പോയിന്റ് ഉണ്ട്. സെറ്റ് ഓഫ് ഓൾ പോയിന്റ്സ് ഇൻ എ പ്ലെയിൻ ദാറ്റ് ആർ equidistant from a fixed point and fixed line in a plane. Parabola is the set of all points in a plane that are equidistant from ഒരു തുല്യ അകലത്തിലായിരിക്കണം fixed point and fixed line in the plane. Here fixed point is called focus of the parabola. ഇതൊരു പോയിന്റ് ആയിട്ടാണ് എടുക്കുന്നത്. Here fixed line is called directrix of the parabola. ഈ രണ്ട് ടേം ഓർത്ത് വെക്കാം. ഫോക്കസ് ആൻഡ് ഡയറക്ട്രിക്സ് ഈ രണ്ട് കാര്യങ്ങൾ ഇവിടെ കൃത്യമായിട്ട് ഓർത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതിന്റെ എക്സ്പ്ലനേഷൻ നോക്കാം. ഒരു റഫ് ഡയഗ്രാം വരക്കാം. കൃത്യമായിട്ട് ഞാനൊരു റഫ് ഡയഗ്രാം വരക്കാണ്. ഇപ്പോൾ റഫ് ഡയഗ്രത്തിൽ ഞാനൊരു പരാബോള മാർക്ക് ചെയ്തു. ഇത് സെന്റർ, ഫോക്കസ് ഇവിടെ ഏതാണ്ട് ഇവിടെയാണ്. ഇപ്പം എക്സ് ആക്സിസിലാവുമ്പോൾ A0, അതിൻ്റെ വൈ ആക്സിസ് 0 ആണ്. അറിയാം. അപ്പോൾ ഈ ലൈനാണ് ഡയറക്ട്രിക്സ്. അപ്പോൾ ഇതിൻ്റെ ഇക്വേഷൻ ഇത് എക്സിലൂടെയാണ് കടന്നു പോകുന്നത്, എക്സ് ആക്സിസിലൂടെ. സോ എക്സ് ഈക്വൽ ടു മൈനസ് എ. ഇതെന്ന് പറഞ്ഞാൽ ഒറിജിൻ ആണ്. അപ്പോൾ ഇതാണ് വെർട്ടെക്സ്, ദി പോയിന്റ് ഓഫ് ഇന്റർസെക്ഷൻ ഓഫ് ദി പരാബോള വിത്ത് കറസ്പോണ്ടിങ് ആക്സിസ്. കറസ്പോണ്ടിങ് സെന്റർ ആണ്, അതാണ് വെർട്ടെക്സ് ഓഫ് ദി പരാബോള. വെർട്ടെക്സ് എന്ന് പറയും, വെർട്ടെക്സ് ഓഫ് ദി പരാബോള. പരാബോളയുടെ വെർട്ടെക്സ്. ഇനി ദി ലൈൻ സെഗ്മെന്റ് through the focus whose endpoints lying on the parabola. അതിൻ്റെ രണ്ട് എൻഡ് പോയിന്റും പരാബോള മേലെ വരണം. അങ്ങനെയുള്ള ലൈൻ സെഗ്മെന്റ് ആണ്. സോ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദീസ് ടു പോയിന്റ്സ് അതായിരിക്കും അവിടെയുള്ള ലാറ്റസ് റെക്ടം എന്ന് പറയും. ലാറ്റസ് റെക്ടം. അപ്പോൾ ഇതാണ് ഇവിടെയുള്ള ടെക്നിക്കലായ ടേം. ഈ ടെക്നിക്കൽ ടേം ക്ലിയർ ആയിട്ട് അറിഞ്ഞേക്കാം. ഇത് എപ്പോഴും ഫിക്സഡ് ആണ്, 0 ആണ്. ഇത് ലാറ്റസ് റെക്ടം കൃത്യമായി അനുസരിക്കുക. പലപ്പോഴും കുറച്ചും കൂടി ഇങ്ങനെ ശരിക്കും ഒരു വളഞ്ഞ് ഇങ്ങനെ വരണം. നമ്മളൊരു ഒബ്ജക്റ്റ് എറിയുമ്പോൾ അതിൻ്റെ ഒരു വളവുണ്ട്, അതുപോലെയുള്ള വരണം. റഫ് ഡയഗ്രാം വരച്ചത്. പിന്നെ ചില കുട്ടികൾ ഇത് ആക്സസ് ആണെന്ന് വിചാരിക്കും. ആക്സസ് ഇതല്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളാണ് ബേസിക് ആയിട്ട് നമ്മളിവിടെ അറിഞ്ഞു വെക്കേണ്ട കാര്യം. ഇനി ഇതിൻ്റെ ഓരോരോ സ്പെഷ്യൽ കേസ് നോക്കാം. 4 ടൈപ്പ് പരാബോളയുണ്ട്. പരാബോള തന്നെ 4 തരത്തിലുണ്ട്. അപ്പോൾ ആ 4 തരമാണ് ഇവിടെ നമ്മൾ 4 ക്ലാസിഫിക്കേഷൻ, 4 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് ദി പരാബോള. അപ്പോൾ ആ 4 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ നമുക്ക് നോക്കാം. സോ ആദ്യത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് y² ഇക്വേഷൻ 4ax ആണ്. അപ്പോൾ അതിൻ്റെ പിക്ചർ വരയ്ക്കാം. പിക്ചർ എന്ന് പറയുന്നത്
അത് വരച്ച് അതേപോലെ തന്നെ ഇങ്ങനെ പാസ് ചെയ്യണം. ഓക്കെ, ഇത് ഡയറക്ട്രിക്സ്, ഫോക്കസ് A0. So latus rectum, this is the directrix, x equal to minus a 0 0 0 0 ഈ രീതിയിൽ വരണം. അപ്പോൾ ഇക്വേഷൻ കിട്ടും y സ്ക്വയർ ഇക്വൽ ടു 4x ആണ്. y സ്ക്വയർ ഇക്വൽ ടു 4x. ഇനി ഇവിടെയുള്ള ഓരോ കാര്യങ്ങളും പറയാം. ഇവിടെ എന്ന് പറയുന്നത് ഫോക്കസ് എന്തായിരിക്കും? ഫോക്കസ് ഈസ് A0. ഡയറക്ട്രിക്സ് ഈസ് x equal to minus a. പിക്ചർ നോക്കിക്കൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. വെർട്ടെക്സ് എപ്പോഴും 0 0 ആണ്, അതിലൂടെ നോക്കണ്ട. ദെൻ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം 4. ഇതും ഫിക്സഡ് ആണ്, അതുകൊണ്ട് അതൊന്നും മാറാനില്ല. അത് ഫിക്സഡ് ആയിട്ട് പോകുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ചേഞ്ച് വരുത്താനാണ്. ഇവിടെ എ ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം അതേപോലെ എഴുതി പോയാൽ മതി. ഇത്രയും കാര്യങ്ങളാണ് ബേസിക് ആയിട്ടുള്ളത്. പിന്നെ ആക്സസ് ഓഫ് ദി പരാബോള എന്ന് വരുമ്പോൾ ഏത് ആക്സസിലുള്ളത്? എക്സ് ആക്സസ് എന്ന് പറയുന്നത് എക്സ് ആക്സസ് ഇത്ര മതി. ആക്സസ് ഓഫ് ദി പരാബോള എന്ന് പറയുന്നത് എക്സ് ആക്സസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് രണ്ടാമത്തെ ഇതിലോട്ട് പോകും. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് തന്നെ നേരെ തിരിച്ചു വരും. y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ax ആണ്. y സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4x ആണ്. അപ്പോൾ അതിൻ്റെ പിക്ചർ വരക്കുകയാണെങ്കിൽ അത് തന്നെ നേരെ റിവേഴ്സിൽ എടുക്കാം. ഇങ്ങനെ വരും. ഇതെന്തായിരിക്കും? ഡയറക്ട്രിക്സ്. ഹിയർ ഫോക്കസ് ഏതാണ്ട് ഇവിടെ മതിയേ. അതിനൊരു എക്സ് ആക്സ് ആണ്, ഇത് മൈനസ് ആണ്, മൈനസ് A0. അപ്പോൾ ഇതെന്ത് വരും? x ഈക്വൽ ടു a ആണ്. അത് നമുക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരണം. അപ്പോൾ ഇവിടെ ഹിയർ ഫോക്കസ് ഈക്വൽ ടു മൈനസ് A0. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x ഈക്വൽ ടു a. ദെൻ ലെങ്ത് ഓഫ് ലാറ്റിസ് വെക്ടർ അത് 4a ആണ്, അത് ഫിക്സഡ് ആണ്, 4a. പിന്നെ ആക്സസ് എന്ന് പറയുന്നത് x ആക്സസ് ആണ്. ഇനി അതിൻ്റെ അടുത്ത ക്ലാസിഫിക്കേഷൻ x സ്ക്വയർ ഈക്വൽ ടു 4ay ആണ്. സോ ഇത് നമുക്ക് ഇങ്ങനെ തന്നെ ചെയ്യാം. സോ ഇവിടെ ഇങ്ങനെയാണ് വരുന്നത് കറസ്പോണ്ടിങ്. അപ്പോൾ ഇവിടെ y ആക്സസ് ആകുമ്പോൾ x 0 ആണ്, 0a. അപ്പോൾ ഇവിടെ എന്തൊരു y ഈക്വൽ ടു മൈനസ് a. ആ ഒരു കണ്ടീഷൻ നമുക്ക് എഴുതാൻ പറ്റണം. സോ ഹിയർ ഫോക്കസ് ഈസ് 0a. ഡയറക്ട്രിക്സ് ഈസ് y equal to minus a. Length of lattice rectum vertex ആണ് സെയിം ആണ്. സോ വീണ്ടും അത് പറയുന്നില്ല. സോ നാലാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വരുന്നത്, ഡൗൺവേർഡ് ആണ് വരുന്നത്. ദിസ് ഈസ് ദി ഡയറക്ട്രിക്സ്. ഫോക്കസ് ഇവിടെയാണ് വരുന്നത്, 0 മൈനസ് എ. ഇതാണ് ലാറ്റിസ് റെക്ടം. സോ ഇവിടെ ഇക്വേഷൻ x സ്ക്വയർ ഈക്വൽ ടു മൈനസ് 4ay ആണ്. സോ ഫോക്കസ് ഈസ് 0 മൈനസ് എ. ഡയറക്ട്രിക്സ് ഈസ് y ഈക്വൽ ടു a ആണ്. ലെങ്ത് ഓഫ് ലാറ്റിസ് വെക്ടർ 4a ആൻഡ് ഈസ് ഓൾസോ വെർട്ടെക്സ് ഈസ് ഓൾസോ 0 0. അപ്പോൾ ഈ 4 ക്ലാസിഫിക്കേഷനും ഒരു കുട്ടിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ എളുപ്പമാണ്. ബാക്കി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എളുപ്പമാണ്. ഓക്കെ, ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതിൻ്റെ തിയറി കൃത്യമായിട്ട് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് പ്രോബ്ലംസ് ഒക്കെ നമുക്ക് എല്ലാം വളരെ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ 4 പിക്ചറും ഒരു കുട്ടിക്ക് അറിയാം. ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കോണിക് സെക്ഷൻ എന്ന ചാപ്റ്ററിലുള്ള എക്സസൈസ് നമ്പർ 11.2. അപ്പോൾ ക്വസ്റ്റ്യൻ ഇതാണ്, ഒരു കോമൺ ക്വസ്റ്റ്യൻ ആണ്. അത് വെച്ചിട്ട് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻ ടൈപ്പ് ചെയ്ത് നോക്കും. ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കസിന്റെ കോർഡിനേറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യാം, ആക്സസ് ഓഫ് ദി പരാബോള either x axis or y axis, the equation of the directrix and length of LR എന്ന് പറഞ്ഞ ലാറ്റസ് റെക്ടം ഇത്രയും കണ്ടുപിടിക്കാം.
അപ്പോൾ നമുക്ക് ഫോക്കസ്, ആക്സസ്, ഡയറക്ട്രിക്സ്, ലെങ്ത് ഓഫ് ലാറ്റിസ് വെക്ടർ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ y² = 12x ആണ്. y² = 12x. അപ്പോൾ നമ്മൾ ആദ്യം വേണ്ടത് ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന 4 ഇക്വേഷൻ ഉണ്ട്, അത് എഴുതാം. അപ്പോൾ y² ഇതുമായിട്ട് മാച്ച് ചെയ്യുന്ന y² = 4ax ആണ്. ഇതാണ് മാച്ച് ചെയ്യുന്നത്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആണ്, അതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഒന്ന് ചെയ്താൽ 12x = 4x എന്ന് എഴുതാം. 12x = 4x എന്ന് എഴുതാം. എന്തുകൊണ്ട് എഴുതി? വാട്ട്സ് റീസൺ? ലെഫ്റ്റ് ഹാൻഡ് സൈഡ് സെയിം ആയതുകൊണ്ട് റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. ഇവിടെ എക്സ് ക്യാൻസൽ ചെയ്യാം. എന്നിട്ട് 4 എന്ന് പറയുന്നത് ഇതിൽ 3 ടൈം പോകും. 4 എന്ന് പറയുന്നത് 3 ടൈം പോകും. അപ്പം നമുക്ക് എത്ര കിട്ടും? ഇപ്പം എല്ലാം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി വരുന്നത് a = 3 ആണ് കിട്ടുക. എക്സും പോയി. ഇവിടെ a ബാലൻസ് ഉണ്ട്. ഇത് 3 ടൈംസ് ആണ്. a = 3 എന്ന് കിട്ടി. a കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനും ആൻസർ എഴുതാം. ഇതിന്റെ പിക്ചർ എങ്ങനെ വരും? വെറുതെ വരക്കാം. പിക്ചർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെയാണ് ഫോക്കസ്, അത് A0, ഇത് ഡയറക്ട്രിക്സ് x = -a. അത് കൊടുത്താൽ മതി. സോ ഫോക്കസ് ഈസ്, അത് ഫോമിൽ എഴുതാം, A0. സോ 3,0. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് x = -a ആണ്. ദാറ്റ് = -3. ആക്സസ് എന്ന് പറയുമ്പോൾ ഇതിവിടെയുള്ളത് എക്സ് ആക്സസിന് കറസ്പോണ്ടിങ് അതിലൂടെയാണ് പാത്ത് പോകുന്നത്. സോ ആക്സസ് എന്ന് പറയുമ്പോൾ എക്സ് ആക്സസ്, അത് അത്രയേ ഉള്ളൂ. പിന്നെ ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറഞ്ഞാൽ 4a, അത് എപ്പോഴും ഫിക്സഡ് ആണ്. 4 × 3 ദാറ്റ് = 12. അപ്പോൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3, നമ്പർ 4 ഇങ്ങനെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്, ബുദ്ധിമുട്ടൊന്നും വരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് x² നമ്പർ 2 x² = 6y ആണ്. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ മാച്ച് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാം. x² = 4ay എന്ന് എഴുതി. ഇതും സെയിം ആണ്. സോ 6y = 4ay എന്ന് എഴുതാം. സോ ഇവിടെ y ക്യാൻസൽ ചെയ്തു 6 = 4a എന്ന് എഴുതാം. ദെൻ a = 6/4 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 3/2 എന്ന് എഴുതാം. ഇപ്പോൾ എന്റെ വാല്യൂ കിട്ടി, 3/2 അല്ലെങ്കിൽ 1.5 എന്ത് വേണമെങ്കിൽ എഴുതാം. ഇനി ഇതിന്റെ റഫ് ഡയഗ്രം എന്തായിരിക്കും? ഇതിന്റെ x² ഇങ്ങനെയാണ്. അപ്പോൾ ഇവിടെ ഫോക്കസ് എത്ര വരും? ഫോക്കസ് എന്ന് പറയുന്നത് 0a, ഡയറക്ട്രിക്സ് y = -a. അപ്പോൾ നമുക്കിവിടെ എന്ത് പറയാം? ഫോക്കസ് ഈസ് എന്ത് പറയാം? 0a ആണ്. ദാറ്റ് = 0,3/2. ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് y = -a. സോ y = -3/2. ആക്സസ് എന്ന് പറയുമ്പോൾ y ആക്സസിലാണ്. അപ്പോൾ y ആക്സസ് എന്ന് എഴുതാം. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം അത് ഇതിൽ കോമൺ ആണ്. ലെങ്ത് ഓഫ് ലാറ്റസ് റെക്ടം എന്ന് പറയുന്നത് 4a. ദാറ്റ് = 4 × a എന്ന് പറയുമ്പോൾ 3/2. ഇത് 2 ടൈംസ് ആണ്. അപ്പോൾ 6. അടുത്ത ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് വൺ, x² = -16y ആണ്. അപ്പോൾ ഇതിനെ മാച്ച് ചെയ്യുന്ന ഇക്വേഷൻ എഴുതാം. x² = -4ay ആണ്. ഇത് രണ്ടും സെയിം ആണ്. സോ -16y = ഓക്കെ സ്റ്റുഡൻസ്, നമ്മൾ ഈ ചോദ്യത്തിൽ x² = -16y ദിസ് എ ക്വസ്റ്റ്യൻ. അപ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഇത് എഴുതി. ഇപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. അപ്പോൾ റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ചെയ്തു. സോ നെഗറ്റീവ് ക്യാൻസൽ ചെയ്തു. സോ വൈയും ക്യാൻസൽ ചെയ്തു. സോ y ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത് എയും 4ഉം ഇവിടെ 16. അപ്പോൾ ഇത് ക്യാൻസൽ ചെയ്യുന്ന സമയത്ത് എത്ര ടൈം പോകും? 4 ടൈം. സോ a = 4 എന്ന് കിട്ടും. a = 4 എന്നാണ് ഇവിടെ നമുക്ക് കിട്ടിയത്, അല്ലേ? അപ്പോൾ a = 4 എന്ന് കിട്ടി. ഓക്കെ. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത്, നമുക്ക് a കിട്ടിക്കഴിഞ്ഞാൽ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റും? a കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഫോക്കസ്
ഫോക്കസ് എഴുതണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു റഫ് ഡയഗ്രാം ആയിരിക്കും. റഫ് ഡയഗ്രാം എന്ന് പറയുമ്പോൾ എക്സ് സ്ക്വയർ മൈനസ് 4ay ആണ്. ഇങ്ങനെയാണ് വരും, ഇങ്ങനെ വരും. അപ്പൊ അതിന്റെ ഡയറക്ട്രിക്സ് ഇങ്ങനെ. അപ്പൊ ഫോക്കസ് എവിടെ വരും? ഇവിടെ. ഫോക്കസ് എങ്ങനെ എഴുതാം? 0 മൈനസ് എ. ഇത് y ഈക്വൽ ടു എ. സോ ഫോക്കസ് എ 0 0 മൈനസ് എ. അപ്പം 0 കോമ എ എന്ന് പറയുന്നത് 4 ആണ്, മൈനസ് 4. ഇനി ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് ഡയറക്ട്രിക്സ് y ഈക്വൽ ടു എ ആണ്. സോ y ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ 4 ആണ്. പിന്നെ ആക്സിസ് എന്ന് പറയുമ്പോൾ y ആക്സിസ്. ലാറ്റസ് റെക്ടം 4 into a, that is equal to 4 into 4, that is equal to 16. ഈ രീതിയിൽ നമുക്ക് ഇവിടെ ആൻസർ ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് y square equal to minus 8x ആണ്. y square equal to minus 8x ആണ്. y square equal to minus 8x. അപ്പൊ ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എഴുതാം. സ്റ്റാൻഡേർഡ് ഇക്വേഷൻ y square equal to minus 4ax. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, കമ്പയറിംഗ് റൈറ്റ് ഹാൻഡ് സൈഡ്. സോ മൈനസ് 8x ഈക്വൽ ടു മൈനസ് 4ax. കാരണം ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്, റൈറ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ചെയ്യും. സോ negatives and cancelled, x cancelled. So this is 2 times 2 equal to a. ഇപ്പൊ a കിട്ടി. അപ്പൊ ഇതിന്റെ y square equal to minus 4x ഇപ്പൊ വരച്ചത് തന്നെയാണ്. അതിന്റെ റഫ് ഡയഗ്രാം എങ്ങനെ വരും? റഫ് ഡയഗ്രാം സോ ദിസ് ഇസ്. സോ ഇവിടെ ഇങ്ങനെ കിട്ടി. ഇവിടെ ഫോക്കസ് a 0 0 0 0 മൈനസ് a 0 മൈനസ് a. ഡയറക്ട്രിക്സ് നേരത്തെ ചെയ്തത് y equal to a. So focus is 0 comma minus a. So 0 comma minus 2. Directrix എന്ന് വരും. Directrix is y equal to a. So y equal to 2. Then axis of the parabola is y-axis. Also length of lattice rectum is 4 into a, 4 into 2, that equal to 8. ആ രീതിയിൽ നമുക്കത് കൺക്ലൂഡ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. So next one, y square equal to 10x. y square equal to 10x. അപ്പൊ ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുമ്പോൾ y square equal to 4ax ആണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഈക്വൽ ആണ്. ഇപ്പോൾ കമ്പയറിംഗ് റൈറ്റ് ഹാൻഡ് സൈഡ് 10x equal to 4ax എന്ന് വരും. സോ x ക്യാൻസൽഡ്. സോ ഇവിടെ ക്യാൻസലേഷൻ വരുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം? 10 equal to 4a. സോ a equal to 10/4. അപ്പോൾ a equal to 5/2. അപ്പോൾ നമുക്ക് 2.5 വരും. y square equal to 4x വരുമ്പോൾ അതിന്റെ ഗ്രാഫ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? റഫ് ഡയഗ്രാം. സോ അപ്വേർഡ് y സ്ക്വയർ ആണല്ലോ നമ്മളിവിടെ പറയുന്നത്. y സ്ക്വയർ പറയുമ്പോൾ സാധനം എടുക്കുന്ന പോലെ ഇതാണല്ലോ y square equal to 4x. അത് മറ്റേത് x സ്ക്വയർ ആണ്. അപ്പോൾ ഫോക്കസ് ഇസ് ഹിയർ a0. ദിസ് ഈസ് ദി ഡയറക്ട്രിക്സ് x equal to minus a. So അത് ഉപയോഗിച്ച് എന്ത് ചെയ്യണം? റഫ് ഡയഗ്രാം. വിത്ത് ദി ഹെൽപ്പ് ഓഫ് റഫ് ഡയഗ്രാം you can clearly define focus is a0. So a എന്ന് പറയുമ്പോൾ 5/2 കൊടുത്താൽ മതി. 5/2 0. And directrix is x equal to minus a. So x equal to minus 5/2. So axis of the parabola is x-axis. Length of lattice rectum is 4a. So 4 into 5/2. So 4 into 5/2. So 4a. So 4 into 5/2. 2 cancel ചെയ്തു. That equal to 10 ആണ് ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്.
നമുക്ക് ഇനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്വസ്റ്റ്യൻ, വേറെ രീതിയിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ വേറെ രീതിയിൽ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പരാബോള. നമുക്ക് പരാബോളയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ഫൈൻഡ് ദി ഇക്വേഷൻ ഓഫ് ദി പരാബോള. ഇക്വേഷൻ ഓഫ് ദി പരാബോള. ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പൊ ഇവിടെ ടെക്സ്റ്റിലെ 7th one ഫോക്കസ് തന്നിട്ടുണ്ട്. ഫോക്കസ് 60, ഡയറക്ട്രിക്സ് x equal to -6. So focus is given, directrix also given. So how can find out the equation of the parabola? So focus means 60 means focus. Here focus is 60. This means that focus lies on x-axis. X-axis means positive x-axis. So rough diagram of corresponding parabola is this. This is the vertex. അത് നമുക്ക് നെസസറി അല്ല. ഇത് ഡയറക്ട്രിക്സ്. ഹിയർ ഫോക്കസ്. ഞാൻ അപ്രോക്സിമേറ്റ് ആണ് എടുത്തത്. അപ്പം ഇത് 60, x equal to -6. അപ്പം ആക്ച്വലി ഫോക്കസ് A0 ആണ്. മീൻസ് A equal to 6 ആണ്. A equal to 6. Therefore, ഈ റഫ് ഡയഗ്രം വെച്ചിട്ട് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദി പരാബോള ഈസ് y സ്ക്വയർ ഈക്വൽ ടു 4x ആണ്. സോ നമുക്ക് A കിട്ടിയിട്ടുണ്ട്. A equal to 4 into 6 into x. That equal to 24x. That is the equation of the parabola. So 8th one, focus 0 -3, directrix y equal to 3. Since focus lies on y-axis means negative y-axis. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുമ്പോൾ എവിടെയുള്ളത്? ഇവിടെയാണ്. അപ്പോൾ അതിന്റെ റഫ് ഡയഗ്രം വരും. ദിസ് ഈസ് ദി ഡയറക്ട്രിക്സ്. ഇത് XY കോർഡിനേറ്റ്. അപ്പോൾ ഇവിടെ ആക്ച്വലി എത്ര വരും? 0 - a ആണ്. ഇത് y equal to a ആണ്. 0 - a എന്ന് പറയുമ്പോൾ 0 - a ആണ് പിക്ചർ. So given condition പ്രകാരം 0 - 3 ആണ്. Therefore the value of a is -3 അല്ല. ശ്രദ്ധിക്കുക, value of a is മൈനസ് എന്ന് പറഞ്ഞ ഡയറക്ഷൻ ആണ്. value of a is 3. അപ്പോൾ ഫ്രം ദി ഫിഗർ നമുക്ക് എന്ത് ചെയ്യാം? എന്ത് നോട്ട് ചെയ്യാം? അതിന്റെ പരാബോള ഇക്വേഷൻ എന്ന് പറയുന്നത് x സ്ക്വയർ ഈക്വൽ ടു -4ay ആണ്. Therefore x square equal to -4 into a എന്ന് പറയുന്നത് 3. That equal to x square -12y ആണ്. Okay. Next one, vertex. 9th one, vertex 0, focus 30. Vertex 0 means the curve passing through the corresponding origin. അവിടെ അത്രയേ ഉള്ളൂ. ഇതിനെക്കൊണ്ട് നമുക്ക് കാര്യമായിട്ട് ഒന്നുമില്ല. കാരണം 4 പിക്ചറും ഇങ്ങനെ തന്നെയാണ്. പക്ഷെ ഫോക്കസ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എളുപ്പമാണ്. ഫോക്കസ് is 30. This means that focus lies on positive x coordinate, x axis. Positive x axis എന്ന് പറയുമ്പോൾ ഇങ്ങോട്ടാണ് വരുന്നത്. അത് ക്ലിയർ ആണ്. നമുക്ക് ആ ഫോക്കസ് കിട്ടിയാൽ തന്നെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ A0. So this is the directrix. So x equal to -a. Therefore A0 എന്ന് പറയുമ്പോൾ given തന്നിരിക്കുന്ന ഫോർമാറ്റ് 30 ആണ്. ഇതാണ് ഫോർമാറ്റ്. Therefore a equal to 3 എന്ന് എഴുതാം. Therefore ഇതിന്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്ന് പറയുന്നത് y square equal to 4ax. Therefore y square equal to 4 into a is 3x that equal to 12x എന്ന് എഴുതാം. That's the equation of the parabola ആയിട്ട് നമുക്ക് എടുക്കാം. So last one, 10th one, vertex is always 0. Clear ആണ്. Focus -20. Since focus lies on x-axis means -x-axis. അതാണ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യേണ്ടത്. x ആണോ y ആണോ നോക്കാം. അതിന്റെ സൈൻ കൂടി കൺസിഡർ ചെയ്യാം. അപ്പൊ ഇങ്ങനെ വരും. ഇവിടെയാണ് ഫോക്കസ്. സോ -a0. സോ ഡയറക്ട്രിക്സ് x equal to a ആണ്.
From these conditions, we can easily identify that the standard equation of the parabola is y square equal to minus 4x എന്ന് എഴുതാം. അപ്പോൾ ഇവിടുത്തെ കണ്ടീഷൻ പ്രകാരം -2 ആണ് given focus. So comparing these two, clearly a equal to 2 ആണ്, മൈനസ് അല്ല 2. അപ്പോൾ a equal to 2 ആണ്, അത് ഇവിടെ കൊടുക്കാം. y square equal to -4 into 2 into x, that equal to -8. So that is the final value. അപ്പോൾ നമ്മൾ എല്ലാ രീതിയിലുള്ള പ്രോബ്ലംസ് കവറിങ് ചെയ്തു, തിയറി കവർ ചെയ്തു. 4 ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻ ഓഫ് പരാബോള ആൻഡ് കറസ്പോണ്ടിങ് തിയറി ഓക്കെയാണ്, അതിൻ്റെ ബേസിലുള്ള പ്രോബ്ലം ഓക്കെയാണ്. ഓക്കെ.